ഇന്ത്യയിൽ പാസ്പോർട്ട് ഹോൾഡേഴ്സായ മുഴുവൻ ആളുകളെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യയിലെ പൗരന്മാർ സൂക്ഷിക്കുന്ന പാസ്പോർട്ടുകൾ അത് പൗരത്വ രേഖയല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. കേവലം ഒരു സാങ്കേതികമായ വിഷയം മാത്രമല്ല, അത് ഇന്ത്യയിലെ പൗരാവലി സ്റ്റേറ്റ്ലെസ് ആക്കുന്ന, ദേശരഹിതരാക്കുന്ന, ദേശമില്ലാത്തവരാക്കുന്ന ക്രൂരമായ ഫാഷിസ്റ്റ് ചെയ്തിയുടെ ഒരു സിമ്പലാണ് ആ പ്രസ്താവന. ജനങ്ങൾ ഇപ്പോഴും കോക്രോച്ചുകളെ പോലെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുകയാണ്. തങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് എമർജ് ചെയ്തു വരുമ്പോഴും നിസ്സംഗഭാവത്തിലാണ് ഇന്ത്യയിലെ പൗരാവലി ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ ആ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ? ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും നാഷണാലിറ്റി തീരുമാനിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് നോക്കിയിട്ടാണ്. വിസ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടെ താങ്കൾ ഏത് രാജ്യക്കാരനാണ്, നിങ്ങളുടെ നാഷണാലിറ്റി എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ആ പാസ്പോർട്ട് നോക്കിയിട്ടാണ്. പൗരന്മാരോട് BJP പറയുന്നത്, നിങ്ങളാരും ഇന്ത്യൻ പൗരന്മാരല്ല. ഇന്ത്യയുടെ പൗരത്വം തീരുമാനിക്കാനുള്ള, നിങ്ങളുടെ ദേശീയത തീരുമാനിക്കാനുള്ള, നിങ്ങളുടെ നാഷണാലിറ്റി തീരുമാനിക്കാനുള്ള, നിങ്ങളുടെ പൗരത്വം തീരുമാനിക്കാനുള്ള എല്ലാം ഞങ്ങളുടെ കൈവശമാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. കേന്ദ്രം പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് കേവലം ട്രാവൽ ഡോക്യുമെന്റ് മാത്രമാണ്. നിങ്ങളുടെ പാസ്പോർട്ടുകൾ 3 വിധമാണ്. ഒന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ്, രണ്ടാമത്തത് നോർമൽ പാസ്പോർട്ടാണ്, മൂന്നാം കാറ്റഗറിയിൽ പെടുന്നതാണ് ട്രാവൽ ഡോക്യുമെന്റ്. ട്രാവൽ ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു രാജ്യത്ത് പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത, രാജ്യമില്ലാത്ത സവിശേഷമായ അവസ്ഥയിൽ മാത്രമാണ് ട്രാവൽ ഡോക്യുമെന്റായി പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ട്രാവൽ ഡോക്യുമെന്റായി ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത് ഫലസ്തീനികളാണ്. കാരണം ഫലസ്തീൻ ഒരു രാഷ്ട്രമായി രൂപീകരിക്കപ്പെടാത്തത് കൊണ്ട്, ഫലസ്തീൻ ഒരു രാജ്യമായി അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് ഫലസ്തീനികളുടെ കയ്യിലുള്ള പാസ്പോർട്ട് ലെബനാൻ അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടിൽ കൃത്യമായി കാണാം, പാസ്പോർട്ടിൻ്റെ മുകൾ അല്ലാജിഊൻ, അവർ അഭയാർത്ഥികളാണ്. ആ അഭയാർത്ഥികളുടെ പാസ്പോർട്ടിനാണ് ട്രാവൽ ഡോക്യുമെന്റ് വസീഖ സഫർ എന്ന പേരിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിലും ഇത്തരം പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ആ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ടിബറ്റൻ അഭയാർത്ഥികൾക്കും അതോടൊപ്പം ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കും ഇന്ത്യ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഇഷ്യൂ ചെയ്യുക. പക്ഷേ ആ പാസ്പോർട്ട് നാഷണാലിറ്റി തെളിയിക്കുന്നതല്ല, അവരുടെ പൗരത്വത്തിനുള്ള തെളിവല്ല, അത് കേവലം ട്രാവൽ ഡോക്യുമെന്റ് ആണ്. എല്ലാ രാജ്യങ്ങളും അഭയാർത്ഥികൾക്ക് വേണ്ടി ഇത്തരം പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളോടും ഇന്ത്യ ഗവൺമെന്റ് BJP പറയുന്നത്, നിങ്ങൾക്ക് തന്ന പാസ്പോർട്ട് നിങ്ങളുടെ പൗരത്വ രേഖയല്ല. ഫലസ്തീനികളെ പോലെ, ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ, ടിബറ്റിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ നിങ്ങൾ സൂക്ഷിക്കുന്ന പാസ്പോർട്ട് നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവല്ല. നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അതുകൊണ്ട് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കേവലം നിങ്ങളുടെ പാസ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് സ്വാഭിമാനത്തോടെ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇന്ത്യ ഗവൺമെന്റ്, BJP, RSS ഈ രാജ്യത്തെ പൗരന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു പ്രസ്താവനയാണ്. ഫാഷിസത്തിലേക്ക് രാജ്യത്തെ പൗരത്വം തീരുമാനിക്കുന്നത് RSSഉം BJPയുമാണെന്ന പരസ്യ പ്രസ്താവനയാണ് ഇതിലൂടെ വരുന്നത്. രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് BJP ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമാകാൻ പോവുകയാണ്. ഈ രാജ്യത്ത് പൗരന്മാർക്ക് ഒരു വിലയും ഉണ്ടാവുകയില്ല. ആ അവകാശങ്ങൾക്കുമുള്ള അവകാശമാണ് സിറ്റിസൺഷിപ്പ്. ആ സിറ്റിസൺഷിപ്പ് ചോദ്യം ചെയ്തുകൊണ്ടാണ് BJP ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇന്ത്യയിലെ പൗരാവലിയെ വെല്ലുവിളിക്കുന്ന ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ പ്രഖ്യാപനമാണിപ്പോൾ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ബോധപൂർവമായ പ്രഖ്യാപനമാണ്, സാങ്കേതികമായ വിജ്ഞാപനമല്ല. ഈ പറയുന്നതിലൂടെ നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ പൗരത്വം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ഗവൺമെന്റിന് സാധിക്കുന്നു. ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ആളുകളുടെ പൗരത്വം റദ്ദ് ചെയ്യാൻ അവകാശമുണ്ടെന്ന പ്രഖ്യാപനമാണ്
BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ, ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ കേവലം ട്രാവൽ ഡോക്യുമെൻ്റ്, യാത്രാരേഖ മാത്രമാണ് നിങ്ങളുടെ പാസ്പോർട്ട് എന്ന പരസ്യ പ്രഖ്യാപനത്തിൽ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ പ്രഖ്യാപനമുണ്ട്. മന്ത്രാലയം നടത്തിയ പ്രസ്താവന കേവലം സാങ്കേതികമല്ല, അത് രാഷ്ട്രീയമായ പ്രസ്താവനയാണ്. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.